ഷാലോമിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ധ്യാന വിചിന്തനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് നിത്യജീവൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. പലപ്പോഴും ഈ അജപാലന സന്ദർശനത്തിന് ഇടവുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ കുട്ടികൾ ചോദിക്കുന്ന കൗതുകമാർന്ന ചോദ്യങ്ങളില്ലേ, വളരെ സാധാരണമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, പിതാവ് സ്വർഗം കണ്ടിട്ടുണ്ടോ? സ്വർഗം പിതാവ് പോയിട്ടുണ്ടോ? ഇപ്പം ഞങ്ങളോട് നന്നായിട്ട് ജീവിക്കണം, ഭംഗിയായിട്ട് ജീവിക്കണം, അനുസരണമായിട്ട് ജീവിക്കണം, അച്ചടക്കമായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ഞങ്ങൾ മറുചോദ്യം ചോദിക്കുമ്പോൾ, അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തെ പോകും, അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. ഇന്ന് ഞാൻ നിങ്ങളോട് നരകത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, നിത്യജീവനിൽ നാം വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. പുണ്യവാന്മാരുടെ കൂട്ടായ്മയിൽ നാം വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. ഈ നവംബർ മാസം ആരംഭിക്കുന്നത് സകല പുണ്യവാന്മാരുടെ തിരുനാൾ ആഘോഷിച്ചിട്ടാണ്. ഓൾ സെയിൻസ് ഡേ ലത്തീൻ ആരാധനാക്രമം അനുസരിച്ചിട്ട് വലിയ ആഘോഷമുള്ളൊരു ദിവസമാണ്. മരിച്ചുപോയിട്ട് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഓർമ്മ കൊണ്ടാടുന്ന ദിവസമാണ് ഓൾ സെയിൻസ് ഡേ. നമുക്കറിയാം, കൊച്ചു ത്രേസ്യായ്ക്ക് പുണ്യവതിക്ക് ഒരു പെരുന്നാൾ ദിവസമുണ്ട്, ഒക്ടോബർ 1. അസീസിലെ ഫ്രാൻസിസിൻ്റെ ഒരു പെരുന്നാൾ ദിവസമുണ്ട്, ഒക്ടോബർ 4. മദർ തെരേസയുടെ പെരുന്നാൾ ദിവസമാണ് സെപ്റ്റംബർ 5. അൽഫോൺസമ്മയുടെ തിരുനാൾ ദിവസമാണ് ജൂലൈ 28. സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവരുടെ തിരുനാളുകൾ നമ്മൾ ആണ്ടുവട്ടത്തിൽ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ എത്രയോ പേര് വിശുദ്ധിയിൽ ജീവിച്ചു, അവരൊന്നും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സഭ അവരെ ഓർത്ത് ആഘോഷിക്കുന്ന ഒരു വലിയ തിരുനാളാണ് നവംബർ 1 സകല വിശുദ്ധരുടെ തിരുനാൾ. അതിൻ്റെ അർത്ഥം സ്വർഗരാജ്യം ഉണ്ട്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടവരെ ഉണ്ട് എന്നുള്ളതാണ്. നവംബർ 2 നമ്മൾ ആഘോഷിക്കുന്നത് സകല മരിച്ചുപോയവരുടെ ഓർമ്മയാണ്. അവിടെ മരിച്ചുപോയ പ്രിയപ്പെട്ട എല്ലാവരും, ഒരുപക്ഷെ മരണത്തിലെ ഇനിയും വിശുദ്ധീകരിക്കപ്പെടാനുള്ള ആളുകളുടെ ഓർമ്മയാണത്. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്. പക്ഷെ ഇന്ന് നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കാം. സഭയിലെ 3 മേഖലകളുണ്ട്, 3 വിഭാഗങ്ങളുണ്ട്. ആദ്യത്തെ വിഭാഗത്തെ നമ്മൾ പറയും വിജയസഭ, മരണത്തെ വിജയമാക്കി മാറ്റിയ ആളുകൾ, വിശുദ്ധന്മാരെ. രണ്ടാമത്തെ വിഭാഗത്തെ നമ്മൾ വിളിക്കും സഹനസഭ, അവർ സഹിച്ചുകൊണ്ടിരിക്കുക, അവരുടെ വിശുദ്ധീകരണം പൂർത്തിയായിട്ടില്ല, അവരെ ഓർക്കുന്ന ദിവസം. അതാണ് നവംബർ 2. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് നമ്മളൊക്കെ സമരസഭ, നിരന്തരം നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരണത്തെ തോൽപ്പിക്കാൻ, മരണത്തെ മഹത്വപൂർണ്ണമാക്കാൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു തനത് വിധിയുണ്ട്. പിന്നെ ലോകാവസാനത്തിലെ
ഒരു പൊതുവിധിയുണ്ട്. തനത് വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് സഭ വിശ്വസിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും. അതിന് രണ്ടുദാഹരണങ്ങൾ പുതിയ നിയമത്തിൽ തന്നെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിലെ ധനവാനായ മനുഷ്യൻ ലാസറിനെ കണ്ടത് അബ്രഹാമിൻ്റെ മടിയിലാണ്. തൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന വ്രണം പിടിച്ച അഗതിയായ യാചകനായ ലാസറിനെ ധനവാൻ കാണുന്നത് അബ്രഹാമിൻ്റെ മടിയിലാണ്. അവിടെ എല്ലാവിധ സുഖസൗകര്യങ്ങളോടുകൂടെ ധനവാൻ ലോകത്തിലെ അനുഭവിച്ച എല്ലാ സുഖസൗകര്യങ്ങൾ, എല്ലാ സന്തോഷങ്ങൾ, അതിൻ്റെ പൂർണ്ണതയിലെ ലാസർ അബ്രഹാമിൻ്റെ മടിയിലെ അനുഭവിച്ചു. വീണ്ടും നമ്മുടെ കർത്താവിൻ്റെ മരണവേളയിലെ ലൂക്കായുടെ സുവിശേഷത്തിലെ 23-ാമത്തെ അധ്യായത്തിലെ 43-ാമത്തെ വചനം, കർത്താവിൻ്റെ ഇടതും വലതും 2 കള്ളന്മാർ കിടത്തപ്പെട്ടിരുന്നു. വലതുവശത്തെ കള്ളൻ, ഇടതുവശത്തെ കള്ളൻ കർത്താവിനെ പരിഹസിക്കുകയും ആക്രോശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഞാനും നീയും നമ്മുടെ പാപങ്ങൾക്ക് തക്ക ശിക്ഷ അനുഭവിക്കുകയാണ്. അവൻ നിരപരാധിയാണ്, നീ അവനെ കളിയാക്കരുത്. നമ്മൾ അർഹിക്കുന്നതാണ് ഈ ശിക്ഷ, അവൻ അർഹിക്കാത്തതാണ്. എന്നിട്ട് അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ. എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല, എന്നെ ഓർക്കണേ. കർത്താവ് അവന് കൊടുത്ത മറുപടിയുണ്ട്, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മഹാനായ ഫുൾട്ടൻ ജിഷ്യൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിലെ ഈ നല്ല കള്ളനെ കുറിച്ച് പറയുന്നത്, കട്ടുമുടിച്ച് ജീവിച്ച ആ കള്ളൻ അവസാനം സ്വർഗം കൂടെ കട്ടെടുത്തെന്നാണ്. പ്രിയമുള്ളവരെ, മരണം കഴിഞ്ഞാൽ ഒരു തനത് വിധിയുണ്ട്. തനത് വിധി എന്ന് പറഞ്ഞാൽ നന്മ ചെയ്ത് ജീവിച്ചവർ സൗഭാഗ്യത്തിലേക്കും തിന്മ ചെയ്തവർ നിത്യശിക്ഷയിലേക്കും. പൊതുവിധിക്ക് മുൻപ് നടക്കുന്ന തനത് വിധി, അത് പരിശോധിക്കുമ്പോഴാണ് പാപം ഭയാനകമാണെന്നും നന്മ നിറഞ്ഞ ജീവിതം സൗഭാഗ്യപൂർണമാണെന്നും നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ശവസംസ്കാര കർമ്മത്തിൽ എനിക്ക് ഏറ്റവും വികാരഭരിതമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ ശവസംസ്കാര കർമ്മത്തിൽ വീട്ടിൽ നിന്ന് ശവമഞ്ചം സെമിത്തേരിയിലേക്കും പള്ളിയിലേക്കും സംവഹിക്കുന്നതിന് മുൻപ് കാർമ്മികൻ അപ്പസ്തോലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന് പറയുന്ന വാക്കുകൾ 4-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം ചൊല്ലിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നല്ല ഓട്ടമോടി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സംരക്ഷിച്ചു, അതുകൊണ്ട് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് എന്നെ വിശുദ്ധിയുടെ കിരീടം അണിയിക്കട്ടെ. എത്രയോ അർത്ഥവത്തായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ സംവഹിക്കപ്പെടുന്ന സഹോദരന് വേണ്ടി നമ്മൾ നടന്നൊരു പ്രാർത്ഥനയാണ്, കർത്താവേ, ഇവൻ ശിക്ഷയിലേക്കല്ല, ഇവൻ നിത്യസൗഭാഗ്യത്തിലേക്ക് ചേർക്കപ്പെടാനായിട്ട് നീ കാരണമാക്കണേ. ഒരുപക്ഷെ സ്വർഗം എന്താണ്? സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തോടും ദൈവത്തിൻ്റെ മാലാഖമാരോടും സർവവിശുദ്ധരോടും കൂടെയുള്ള സംസർഗമാണ്. സംസർഗം എന്ന വാക്കിൽ നിന്നാണ് സ്വർഗം എന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നത്. കൂട്ടായ്മ. എനിക്ക് ദൈവത്തിൻ്റെ മുഖം കണ്ട് മാലാഖമാരുടെ സാന്നിധ്യത്തിലെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലെ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ലഭിക്കുന്ന മഹാഭാഗ്യമാണ്, സംസർഗമാണ് സ്വർഗം.
സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം, അവർ അവിടത്തോടു കൂടി ആയിരിക്കുകയും അവിടുത്തെ മുഖാഭിമുഖം ദർശിക്കുകയും ചെയ്യുന്നു. മരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. നന്മ ചെയ്ത് വിശുദ്ധരായിട്ട് മരിച്ചവർ അവിടത്തോടു കൂടി ആയിരിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിലെ 22-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനം പറയുകയാണ്, മരിച്ചുപോയവർ നന്മ ചെയ്തവരാണെങ്കിലേ അവിടെ നെറ്റിത്തടത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം മുദ്ര ചാർത്തപ്പെട്ടിരിക്കുന്നു. അവർക്ക് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചാർത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ രക്തം കൊണ്ട് മുദ്ര ചാർത്തപ്പെടുന്നത് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രതീകമാണ്. ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ നാനാവിധ പീഡനങ്ങൾ കൊണ്ട് ഫറവോയെ ക്ലേശിപ്പിച്ചിട്ടും ഫറവോ ജനത്തെ വിട്ടുകൊടുക്കാത്തതിലെ കലുഷിതനായ ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണ്, നിങ്ങൾ കുഞ്ഞാടിൻ്റെ രക്തം, പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തെളിക്കുക. ആ രക്തമുള്ള ഭവനങ്ങളെ ഞാൻ രക്ഷിക്കും. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ആ രക്തം കണ്ട ഭവനങ്ങളിലെ രക്ഷയുടെ മുദ്രയുണ്ട്. അല്ലാത്ത ഭവനങ്ങളിലെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ അവസാനിപ്പിക്കും. ഒരുപക്ഷെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, നന്മ ചെയ്ത് നീതിയിലെ ജീവിച്ച വിശുദ്ധന്മാരുടെ നെറ്റിത്തടത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്ര ചാർത്തപ്പെട്ടിരിക്കുന്നു. സ്വർഗം ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ മുദ്ര ചാർത്തപ്പെടുന്ന, വിജയത്തിൻ്റെ മുദ്ര ചാർത്തപ്പെടുന്ന, സൗഭാഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വലിയ അവസരമാണ്. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനുള്ള വലിയ അവസരം. ഞാൻ സഭയുടെ പഠനത്തിൽ നിന്ന് സ്വർഗത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് 7 ഉപമകൾ, 7 പ്രതീകങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒന്ന് കാണാൻ, മനസ്സുകൊണ്ട് ഈ സ്വർഗത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ. സ്വർഗം ആദ്യമേ പറയുകയാണ്, അത് ക്രിസ്തുവിനോട് കൂടെയും ദൈവത്തിൻ്റെ ത്രിത്വൈക കുടുംബത്തോടും കൂടെയുള്ള എൻ്റെ കൂട്ടുവാസമാണ്. സ്വർഗം ദൈവത്തിൻ്റെ വസതിയാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ആ വസതിയിലുള്ള എൻ്റെ പ്രവേശനമാണ് സ്വർഗം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് മനോഹരമായിട്ട് അതേക്കുറിച്ച് പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. സ്വർഗമെന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാനുള്ളത്, ത്രിത്വൈക ദൈവത്തിൻ്റെ സവിധത്തിലും സാന്നിധ്യത്തിലും ജീവിക്കാനുള്ള വലിയ സൗഭാഗ്യമാണ്. ക്രിസ്തുവിലൂടെ നമുക്കറിയാം, ഞാനും നിങ്ങളും സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തുന്നു. ക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും ജീവനിലേക്ക് പ്രവേശിക്കുന്നു. ക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ഞാനാണ് വഴിയും, ഞാനാണ് ജീവനും, ഞാനാണ് സത്യവും. സ്വർഗം ഈ വഴിയുടെയും ഈ ജീവൻ്റെയും ഈ സത്യത്തിൻ്റെയും ഒക്കെ പൂർണ്ണതയിലുള്ള ആവിഷ്കാരമാണ്. രണ്ടാമതായിട്ട് സ്വർഗമെന്ന് പറയുന്നത് നിത്യജീവൻ്റെ ഉറവിടമാണ്, നിത്യജീവൻ്റെ സമൃദ്ധിയാണ്. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, ലോകം മുഴുവൻ നേടിയിട്ട് നിൻ്റെ ആത്മാവ് നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കാര്യം?
വിസ്ന ഇഗ്നേഷ്യസ് ലയോള, ഇന്ത്യയുടെ ദ്വിതീയ അപ്പസ്തോലനായ ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരപ്പെടുത്തിയത് ഈ വചനം ഉപയോഗിച്ചിട്ടാണ്. വളരെ പണ്ഡിതനും വളരെ അറിവുള്ളവനുമായ അഹങ്കാരിയായ ഫ്രാൻസിസ് സേവ്യറിനോട് ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞു, നിനക്കെല്ലാം ഉണ്ട്, പക്ഷെ നിനക്ക് വേണ്ടത് ആത്മാവാണ്. നീ ലോകം മുഴുവൻ നേടിയിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഒരുപക്ഷെ ആത്മാവ് ജീവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിലെ കൃത്യമായിട്ട് 10-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ജീവൻ നൽകാനാണ്. ജീവന്റെ സമൃദ്ധി നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ജീവന്റെ സമൃദ്ധി. ഒരുപക്ഷെ സ്വർഗം ജീവന്റെ സമൃദ്ധിയാണ്. ജീവന്റെ സമൃദ്ധിയിലേക്കുള്ള ഒരു പ്രവേശനമാണ് സ്വർഗം. നമുക്കെല്ലാം ജീവനുണ്ട്, പക്ഷേ ഞാനും നിങ്ങളൊക്കെ എത്ര രോഗങ്ങളിലാണ്. ഈ അടുത്ത കാലം വരെ എനിക്ക് ഒറ്റ രോഗമില്ലായിരുന്നു. ഞാൻ പരിപൂർണ ആരോഗ്യവാനായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം പ്രാവശ്യം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിതാവ് സൂക്ഷിച്ചേക്കണം, പിതാവിൽ ഒരു ഡയബറ്റിക് ടെൻഡൻസി കാണുന്നുണ്ട്. ഡയബറ്റിക് ടെൻഡൻസി, പിതാവിനെ അല്പം ഒരു കൊളസ്ട്രോൾ കാണിക്കുന്നുണ്ട്, പിതാവ് സൂക്ഷിക്കണം. ജീവൻ ഭൗതിക തലത്തിലുള്ളൊരു ജീവനെക്കുറിച്ചാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഒരു ആത്മീയ തലത്തിലുള്ള ഒരു ജീവൻ നമുക്കുണ്ട്. അതാണ് നിത്യജീവൻ. അത് ദൈവവുമായിട്ടുള്ള ജീവൻ്റെ പങ്കിടലാണ്. ജീവൻ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മനോഹരമായിട്ട് കേൾക്കുന്നില്ലേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചപ്പോഴും ദൈവം തൻ്റെ ജീവനെ പകുക്കുകയായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും ഛായയും സാദൃശ്യവുമായിട്ട് അവന് കൊടുക്കുകയായിരുന്നു. നഷ്ടപ്പെട്ട ഈ നിത്യജീവൻ്റെ മുഖഛായ, ഈ സാദൃശ്യം, അതിൻ്റെ പൂർണ്ണതയിലെ നമുക്ക് നൽകാനാണ് ക്രിസ്തു വന്നത്. മരണം വഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഈ ജീവൻ്റെ സമൃദ്ധിയുടെ ആഘോഷമാണ്. മൂന്നാമതായിട്ട് സ്വർഗം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമാണ്. ലാസറിൻ്റെയും ധനവാന്റെയും കഥയിൽ ധനവാന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടായത് യാതൊരു വിലയും കൽപ്പിക്കാതെ താൻ തഴഞ്ഞ ലാസർ സമാധാനത്തിലും സന്തോഷത്തിലും സൗഭാഗ്യത്തിലും അബ്രഹാമിൻ്റെ മടിയിൽ കഴിയുന്നു. ഈ ലോകത്തിലെ മനുഷ്യൻ നെട്ടോട്ടമോടുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്: സമാധാനം കിട്ടാൻ, സന്തോഷം കിട്ടാൻ, സൗഭാഗ്യം കിട്ടാൻ. എന്നാൽ സ്വർഗം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ കർത്താവ് 27-ാമത്തെ വചനത്തിലെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. എന്നാലേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല. ഞാൻ നൽകുന്ന സമാധാനം ആർക്കും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ പറ്റാത്ത ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാനുമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് വലിയൊരു വ്യവസായിയായിരുന്നു, വലിയൊരു പണച്ചാക്കായിരുന്നു, എല്ലാം ഉള്ളവനായിരുന്നു. എങ്ങനെയോ നഷ്ടപ്പെട്ടു. ഇപ്പം കിടപ്പാടം വരെയില്ല. എന്നെ കണ്ടിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് എന്നോട് പറഞ്ഞു, പിതാവേ, ഇതെല്ലാം കടന്നു പോകുന്നതാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴേ ഞാൻ അയാളോട് പറഞ്ഞു, സഹോദര, കടന്നു പോകാത്ത സന്തോഷവും സമാധാനവും ഈ ലോകത്തിൽ നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. അത് ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല, അത് ആർക്കും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ സാധിക്കുന്ന സമാധാനമല്ല, അത് നിത്യമായ സമാധാനം. അതുകൊണ്ടാണല്ലോ
മരിച്ചവർക്കെല്ലാം നമ്മൾ എന്താ പറയുന്നത്? മനോഹരമായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റെസ്റ്റ് ഇൻ പീസ്. RIP, നിത്യവിശ്രാന്തി. ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത സമാധാനം, സന്തോഷം, സൗഭാഗ്യം. നാലാമതായിട്ട് സ്വർഗം പിതാവിൻ്റെ ഭവനമാണ്. അത് പിതാവിൻ്റെ ഭവനമാണ്. ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അബ്രഹാമുണ്ട്. നിങ്ങൾക്കറിയാം, പഴയ നിയമ ജനതയുടെ പിതാവിൻ്റെ പ്രതീകമാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ മടിയിലാണ് ലാസറിനെ കണ്ടത്. ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കുഞ്ഞു പറഞ്ഞില്ലേ, ആ സിമിത്തേരിക്കപ്പുറത്ത് വെളിച്ചം കാണുന്നൊരു വീടില്ലേ, അതെൻ്റെ അപ്പൻ്റെ വീടാ. അവിടെ എൻ്റെ അപ്പൻ കാത്തിരിപ്പുണ്ട്. ആ ഉലാത്തുന്ന അപ്പൂപ്പൻ എൻ്റെ അപ്പനാണ്. ഒരുപക്ഷെ ധൂർത്തപുത്രൻ്റെ കഥയിലെ ഇത് കുറേ കൂടെ അർത്ഥവത്താണ്. ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവുണ്ടല്ലോ, അത് ആഘോഷിക്കുന്ന ഒരു പിതാവുണ്ട്. അവനെ കഴുകി വൃത്തിയാക്കുന്നു, നഷ്ടപ്പെട്ടതൊക്കെ അവന് കൊടുക്കുന്നു. എന്നിട്ട് അവൻ്റെ പേരിലെ മെഴുത്ത കാളയെ കൊന്ന് ആഘോഷിക്കുന്നു. ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവൻ സ്വഭവനത്തിൽ പ്രവേശിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചപ്പോൾ അന്നത്തെ കർദിനാൾമാരിലെ ഏറ്റവും സീനിയറായിട്ടുള്ള കാർഡിനൽ റാറ്റ്സിംഗർ പത്രോസിൻ്റെ ബസിലിക്കയുടെ മട്ടുപ്പാവിലെ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിയിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഹോളി ഫാദർ പോപ്പ് ജോൺ പോൾ II slowly, gently entered into his father's home. നമുക്ക് പ്രിയപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സൗമ്യമായി, ശാന്തമായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗം പിതാവിൻ്റെ ഭവനമാണ്. ഞാനും നിങ്ങളും ധൂർത്തപുത്രനെ പോലെ പാപത്തിൻ്റെ ചേറ്റിൽ നിന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹത്തോടുകൂടെ ജീവിക്കാൻ പഠിക്കുക. അതാണ് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അഞ്ചാമതായിട്ട് സ്വർഗം പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ഭൗമികമായ ആകാശവും ഈ ഭൂമിയൊക്കെ കടന്നു പോകും. വരാനിരിക്കുന്ന ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈ നശ്വരമായ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ തിന്മകളെയും കഴുകി വൃത്തിയാക്കിയ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ എത്രയോ പ്രാവശ്യമാണ് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകി വൃത്തിയാക്കപ്പെട്ട ഒരു പുതിയ ആകാശത്തെക്കുറിച്ചും ഒരു പുതിയ ഭൂമിയെക്കുറിച്ചും പറയുന്നത്. സ്വർഗം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയുമാണ്. അതുകൊണ്ട് തന്നെ സഭാപിതാക്കന്മാർ എപ്പോഴും പറയാറുണ്ട്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലെ താൽക്കാലിക കൂടാരത്തിൽ താമസിച്ചതുപോലെയാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലെ. ഇത് താൽക്കാലിക കൂടാരമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് പ്രവേശിക്കേണ്ട പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് സ്വർഗമാണ്. ആറാമതായിട്ട് പറയുന്നു, സ്വർഗം പുതിയ ജെറൂസലേമാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം കർത്താവ് പറഞ്ഞു, കല്ലുമ്മ കല്ല് ശേഷിക്കാതെ ജെറൂസലേം തകരും. എന്താണ് ജെറൂസലേമിൻ്റെ പ്രത്യേകത? വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ഭവനമെന്നാണ്, സമാധാനത്തിൻ്റെ ഭവനമെന്നാണ്, യഹോവ വസിക്കുന്ന ഭവനമെന്നാണ്. എന്നാൽ ഈ ഭൂമിയിൽ പടുത്തുയർത്തിയ ജെറൂസലേം കല്ലുമ്മ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ സ്വപ്നം കണ്ടിരുന്നു ഒരു പുതിയ ജെറൂസലേം. അത് ഭൂമിയിലല്ല, അത് സ്വർഗത്തിലാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും ഇസ്രായേലിലേക്ക് വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ കാണുന്നൊരു കാഴ്ചയുണ്ട്.
അവിടെ അവശേഷിക്കുന്ന ഒരു മതിലിന്മേൽ തലയിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പുതിയ ജെറൂസലേമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ മക്കള്. പുതിയ ജെറൂസലേം സ്വർഗമാണ്. പുതിയ ജെറൂസലേമിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഈ ഭൗതിക ജെറൂസലേം വിട്ട് സ്വർഗീയ ജെറൂസലേമിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അവസാനമായിട്ട് ഏഴാമതായിട്ട് എനിക്കോട് പറയാൻ ആഗ്രഹമുണ്ട്. പറുദീസ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ വസതിയായിരുന്നു. പറുദീസ പഞ്ചനദികളാൽ നനയ്ക്കപ്പെട്ട ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ സ്ഥലമായിരുന്നു പറുദീസ. പറുദീസ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒക്കെ പറുദീസ, ദൈവാനുഗ്രഹങ്ങളുടെ നിറവിൻ്റെ പറുദീസ. പാപം മൂലം അത് നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം തിരിച്ചു കൊടുക്കുന്ന പുതിയ പറുദീസയാണ് സ്വർഗം. അതുകൊണ്ടാണ് നല്ല കള്ളനോട് ഈശോ പറഞ്ഞത്, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കട്ടെ. നമ്മൾ മരണത്തെ മുന്നിൽ കാണുന്നത് യാത്രയുടെ ലക്ഷ്യമാണെങ്കിലേ മരണം കാണിക്കുന്ന ലക്ഷ്യസ്ഥാനമാണ് സ്വർഗം. ദൈവത്തിൻ്റെ വീട്ടിലേക്ക് കൂടണയുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യൻ, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട മനുഷ്യൻ. വിശുദ്ധ ആവിലായിൽ അമ്മത്രേസ്യ പറയുന്ന ഒരു വാചനമുണ്ട്. അമ്മത്രേസ്യ പറയുകയാണ്, മനുഷ്യൻ സ്വർഗത്തെ ധ്യാനിച്ച് ജീവിച്ചാലേ ഒരിക്കലും അവൻ നരകത്തെ പോകില്ല. ഞാനും നിങ്ങളും സ്വർഗത്തെ ധ്യാനിക്കണം. നമ്മുടെ ജീവിതം ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സമാധാനത്തിൻ്റെ നിറവിലേക്ക്, നിത്യവിശ്രാന്തിയിലേക്ക്, അബ്രഹാമിൻ്റെ മടിയിലേക്ക് ഒരു യാത്രയാകട്ടെ. സ്വർഗത്തെ കണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഇതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അമ്മ ത്രേസ്യായുടെ വാക്കുകൾ ഒരിക്കൽ കൂടെ നമുക്ക് അനുസ്മരിക്കാം. സ്വർഗത്തെ ധ്യാനിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല. സ്വർഗത്തെ ധ്യാനിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ഇന്ന് സ്വർഗത്തെ ധ്യാനിക്കുകയാണ്. അതിമനോഹരമായ ആ സ്വർഗീയ അനുഭവം നിത്യമായും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഈ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ വലിയ ആഗ്രഹത്തോടെ നമുക്ക് ദിവ്യകാരുണ്യേശോയുടെ മുമ്പിൽ പ്രാർത്ഥനാ നിർഭരമായി കർത്താവിൻ്റെ ഇടപെടലിനു വേണ്ടി, അവിടുത്തെ ദിവ്യകരങ്ങളുടെ സ്പർശനത്തിനു വേണ്ടി ദാഹിച്ച് കാത്തിരിക്കാം. സ്വർഗത്തെക്കുറിച്ച് മനോഹരമായ ദർശനം കണ്ടിട്ടുള്ളത് യെശയ്യാ പ്രവാചകനാണ്. യെശയ്യാ പ്രവാചകൻ ദർശിച്ച ആ സ്വർഗീയ അനുഭവത്തെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഊസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാപ്പുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവരുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സറാപ്പുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്തു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. യെശയ്യാ പ്രവാചകനെ വലിയ ദൗത്യമേൽപ്പിക്കുമ്പോൾ ദൈവം പ്രവാചകന് നൽകിയത് ഒരു സ്വർഗീയ ദർശനമാണ്. ആ സ്വർഗത്തിൻ്റെ മുൻപിലാണ് പ്രവാചകൻ ഒരുങ്ങുന്നത്. പരിശുദ്ധിയുടെ മുൻപിലാണ് നമ്മുടെ പാപം തെളിഞ്ഞു കാണുക. ഒരു കണ്ണാടിയിൽ എന്നതുപോലെ ആ സ്വർഗീയ ദർശനത്തിൽ പ്രവാചകൻ തന്നെ തന്നെ കാണുകയാണ്. ഞാൻ നശിച്ചിരിക്കുന്നു, എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തെ ധ്യാനിക്കുമ്പോൾ, സ്വർഗീയമായ ദർശനങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ
നമ്മെ തന്നെ തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ അത്തരമൊരു സുബോധം നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ പ്രവാചകനുണ്ടായ അനുഭവം നമുക്കുണ്ടാകട്ടെ. മാലാഖ കൊടിലുകൊണ്ടെടുത്ത അഗ്നിയുമായി നമ്മുടെയും അധരങ്ങളെ സ്പർശിക്കട്ടെ. നമ്മളും സ്വർഗ സൗഭാഗ്യത്തിൻ്റെ അനുഭവം ആഴത്തിൽ രുചിച്ച് ആ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും എല്ലാം സംസർഗമാണ് സ്വർഗീയ അനുഭവം. ആ കൂട്ടായ്മ, ആ ഒന്നിച്ചിരിപ്പ്, ആ സ്വർഗത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ത്രിത്വൈക ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന, 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 ആരാധന. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നു: ഞാൻ നല്ലവണ്ണം ഓടി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, ആകയാൽ നീതിയുടെ ന്യായാധിപൻ നീതിയുടെ കിരീടം എനിക്ക് നൽകും. നല്ലവണ്ണം ഓടുക, ഓട്ടം പൂർത്തിയാക്കുക, നീതിയുടെ കിരീടം നേടുക. ഒരു കായിക മത്സരത്തിൽ 100 മീറ്ററോ 200 മീറ്ററോ 400 മീറ്ററോ 10,000 മീറ്ററോ ഓടുന്നവന് ഒരു ലക്ഷ്യമുണ്ട്. ആ ദൂരത്തിൻ്റെ അന്ത്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് തുടക്കം മുതൽ അവൻ കുതിക്കുന്നു, നല്ലവണ്ണം ഓടുന്നു. ആ ഓട്ടം അവസാന പോയിന്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ, അത് ഒന്നാമതായി ഓടിയെത്തുമ്പോൾ അവൻ വിജയിയാകുന്നു. വിജയപീഠത്തിൽ കയറ്റി അവനെ കിരീടമണിയിക്കുന്നു. നമ്മുടെ ജീവിതവും ഇതാണ്. നല്ലവണ്ണം ഓടുക, ഓട്ടം പൂർത്തിയാക്കുക, കിരീടം നേടുക. എങ്ങോട്ടാണ് ഓടുന്നത്? എന്താണ് ഈ ഓട്ടത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റ്? അത് സ്വർഗമാണ്. ആ സ്വർഗത്തെ നമുക്കൊന്ന് മുന്നിൽ കാണാം. ഈ സ്വർഗീയ യാത്രയിൽ വിശുദ്ധ ബെനഡിക്റ്റ് പറയുന്നു, നീ തനിച്ചാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് നീ സ്വർഗത്തിലെത്തും. നീ വിശുദ്ധരുടെ കൂട്ടുകൂടി യാത്ര ചെയ്യുന്നെങ്കിൽ നീ ഓടി സ്വർഗത്തിലെത്തും. നീ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നെങ്കിൽ നീ പറന്ന് പറന്ന് സ്വർഗത്തിലെത്തും. പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധരുടെ, മാലാഖമാരുടെ എല്ലാം കൂട്ടുപിടിച്ചുള്ള ഒരു ജീവിതമാകട്ടെ നമ്മുടെ ജീവിതം.
സ്വർഗത്തെ നമുക്കൊന്ന് മുന്നിൽ കാണാം. എന്താണ് സ്വർഗം? ധ്യാനാത്മകമായി ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് പ്രവാചകനെപ്പോലെ ഒരു സ്വർഗീയ ദർശനം കാണാൻ നമുക്ക് സാധിക്കട്ടെ. സ്വർഗം പിതാവിൻ്റെ ഭവനമാണ്. പിതാവിൻ്റെ ഭവനമാണ് സ്വർഗം. അതെൻ്റെ തറവാടാണ്, അതെൻ്റെ വീടാണ്. ആ സ്വർഗത്തെ ഒന്ന് മുന്നിൽ കാണുക. വലിയ സന്തോഷത്തോടെ ആ സ്വർഗീയ ഭവനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ ഈ തിരുസന്നിധിയിലിരുന്ന് നമുക്ക് ആ സ്വർഗത്തെ ഒന്ന് ധ്യാനിക്കാം. അക്കരെ നാട്ടിലെ നിത്യഭവനമാതെത്രയോ മോഹനമേ, അക്കരെ നാട്ടിലെ നിത്യഭവനമാതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമാതെത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമാതെത്രയോ ആനന്ദമേ. കണ്ണീരുമില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, കണ്ണീരുമില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ. അക്കരെ നാട്ടിലെ നിത്യഭവനമാതെത്രയോ മോഹനമേ, അക്കരെ നാട്ടിലെ നിത്യഭവനമാതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമാതെത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമാതെത്രയോ ആനന്ദമേ. ആ സ്വർഗീയ ഭവനത്തിലേക്ക് ഓരോ നിമിഷവും ചുവടുവയ്ക്കാൻ നമുക്ക് കഴിയട്ടെ. പിതാവായ ദൈവമേ, ഞങ്ങളെ കാത്തിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങാകുന്ന വഴിയിലൂടെ, അങ്ങയുടെ വചനമാകുന്ന സത്യത്തിലൂടെ അങ്ങ് നൽകുന്ന പുതുജീവൻ സംഭരിച്ച സ്വർഗത്തെ ലക്ഷ്യമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗം നിത്യജീവൻ്റെ സമൃദ്ധിയാണ്. നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധിയായി ഉണ്ടാകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നരുളി ചെയ്തവൻ. ആ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മെ എത്തിക്കുന്നത് നമ്മൾ ഈ ലോകത്തിനും അപ്പുറത്ത് ആ സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. എത്ര സുന്ദരമാണത്! ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലു എന്ന് പറയുന്ന ഈ ലോകത്തിലെ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നകന്ന് സമൃദ്ധിയിൽ ജീവിതം ആസ്വദിക്കാൻ നമുക്ക് ഉറ്റുനോക്കാം ആ സ്വർഗത്തിലേക്ക്. മണ്ണിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ, മണ്ണിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ, വിണ്ണിലൻ ജീവിതം ഒത്തിടും നേരമൻ മനസ്സം മോദിക്കുന്നേ, വിണ്ണിലൻ ജീവിതം ഒത്തിടും നേരമൻ മനസ്സം മോദിക്കുന്നേ. ദൈവവുമുണ്ടല്ല ദൂതരുമുണ്ടല്ല ശുദ്ധരുമുണ്ടവിടെ, ദൈവവുമുണ്ടല്ല ദൂതരുമുണ്ടല്ല ശുദ്ധരുമുണ്ടവിടെ, ത്യാഗം സഹിച്ചു തൻ ജീവൻ കൊടുത്തതാം ശിഷ്യരുമുണ്ടവിടെ, ത്യാഗം സഹിച്ചു തൻ ജീവൻ കൊടുത്തതാം ശിഷ്യരുമുണ്ടവിടെ. അക്കരെ നാട്ടിലെ നിത്യഭവനമാതെത്രയോ മോഹനമേ, അക്കരെ നാട്ടിലെ നിത്യഭവനമാതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമാതെത്രയോ ആനന്ദമേ. സ്വർഗം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഈശോ അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം നൽകുന്നത് പോലെയല്ല. കർത്താവ് വീണ്ടും അരുളി ചെയ്യുന്നു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്.
സമാധാനവും സന്തോഷവും കൊണ്ട് നമ്മെ നിറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ലോക ജീവിതത്തിൽ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധ്യമല്ല. അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ ഉറവ സ്വർഗമാണ്. സ്വർഗ സൗഭാഗ്യത്തിൽ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ ക്രമപ്പെടുത്താം. എനിക്ക് സമാധാനത്തിൻ്റെ ഉറവയിലെത്തണം, സന്തോഷത്തിൻ്റെ ഉറവ കണ്ടെത്തണം. ഈ ലോക ജീവിതത്തിലും ഈ ലോക ജീവിതത്തിന് അപ്പുറത്തും വലിയ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് ആ സ്വർഗീയ സൗഭാഗ്യത്തെ നമുക്കൊന്ന് ഉറ്റുനോക്കാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ. സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ. ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുന്നേ. ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുന്നേ. മുത്തിനാൽ നിർമ്മിതമായ പുരത്തിലേക്ക് എത്തിടാനോടിടുന്നേ. മുത്തിനാൽ നിർമ്മിതമായ പുരത്തിലേക്ക് എത്തിടാനോടിടുന്നേ. പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശ ഏറിടുന്നേ. പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശ ഏറിടുന്നേ. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. സ്വർഗത്തിൻ്റെ മനോഹരമായ മറ്റൊരു പ്രതീകം അത് അബ്രാഹത്തിൻ്റെ മടിയാണ്. ആ മടിയിൽ ഇരിക്കുന്ന ലാസർ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുകയാണ്. എന്നാൽ ആ ധനവാന് അത് ദൂരെ നിന്ന് നോക്കിക്കാണാനേ കഴിഞ്ഞുള്ളൂ. നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ അധ്വാനങ്ങൾ നിഷ്ഫലമാകാതെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്, സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കണം. ആ സ്വർഗ സൗഭാഗ്യത്തെ വീണ്ടും വീണ്ടും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശമയച്ച നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ചിന്തയെയും ഭാവനയെയും ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും ആ സ്വർഗീയ സൗന്ദര്യം നമുക്ക് ഈ നിമിഷം വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ആ സ്വർഗത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാം. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാ. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാർത്തു പാർത്തിടുന്നു. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർത്തിടുവാ. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ ദർശനങ്ങൾ കർത്താവ് നമുക്ക് തരട്ടെ. ഈ ലോകത്തിൽ മണ്ണിനും പൊന്നിനും ദ്രവ്യത്തിനും വേണ്ടി പറവരുതുന്ന നമ്മുടെ ജീവിതങ്ങളിൽ സ്വർഗീയ ദർശനങ്ങൾ കടന്നു വരട്ടെ. വെറും ഈ പൂഴിക്ക് വേണ്ടി തല്ലുകൂടി നശിക്കുന്ന നമുക്ക് കർത്താവ് വാഗ്ദാനം ചെയ്ത സ്വർഗ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. സ്വർഗം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. സ്വർഗം ഒരു പുതിയ ജെറൂസലേമാണ്. സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസയാണ്. കർത്താവേ, ആ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവ് പുത്തൻ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും നൽകട്ടെ.
സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിനു വേണ്ടി ഇന്നത്തെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ, ഇന്നത്തെ ജീവിത ശൈലികളിൽ അപാകതകളെ മാറ്റാൻ, പൂർണ്ണമായും ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ കർത്താവേ, ഈ ലോക ജീവിതവും ഇതിനപ്പുറമുള്ള സ്വർഗീയ സൗഭാഗ്യവും അനുഗ്രഹപ്രദമാക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയെ കാണുന്ന, അങ്ങയെ കേൾക്കുന്ന, അങ്ങയുടെ സ്പർശനം അനുഭവിക്കുന്ന, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവെ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. സ്വർഗം തുറക്കണമേ, കൃപകൾ ചൊരിയണമേ, ആത്മാവിൻ്റെ വരദാനങ്ങൾ കൊടുക്കണമേ, പുത്തൻ അഭിഷേകം കൊടുക്കണമേ, ദിവ്യമായ ദർശനങ്ങൾ കൊടുക്കണമേ. ഈ ലോകത്തിലെ പല മേഖലകളിലും പൊരുതി തളർന്നവർക്ക് പ്രത്യാശ കൊടുക്കണമേ, സന്തോഷം കൊടുക്കണമേ. കലഹത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്നവരെ സൗമ്യതയിൽ ഒന്നിപ്പിക്കണമേ. സംസർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കണമേ, കൂട്ടായ്മയിലേക്ക് നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.